ഇന്ന് ഈ ഒരു സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ത്രസ്ലച്ചെ കേക്ക്, മിൽക്ക് കേക്ക്, 3 മിൽക്ക് കേക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കേക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തിട്ട് വെക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. അതിന് ഒരു പിഞ്ച് ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പയിലിട്ടിട്ട് 1-2 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കുകയും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റിയിട്ട് അപ്പുറത്ത് വെക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആദ്യം 3 മുട്ട. അപ്പോൾ ഈ 3 മുട്ട നന്നായിട്ട് അടിക്കുന്നതിൻ്റെ ഇടയിൽ കുറേശ്ശെ 1/4 കപ്പ് പഞ്ചസാര അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലും കുറേശ്ശെ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഒരുമിച്ച് ഒഴിക്കണ്ട, കുറേശ്ശെ ബീറ്റ് ചെയ്തുകൊണ്ട് ഒഴിക്കാം. എന്നിട്ട് അത് ഓയിലും കൂടെ നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ 1/4 കപ്പ് പാലും കൂടെ ഇതിൽ മിക്സാക്കി നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും വെറ്റ് ഇൻഗ്രീഡിയൻറ്റും ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് സ്പാറ്റുല വെച്ചിട്ട് ഒരുപാട് അങ്ങ് ഇളക്കരുത്. ആ ഒരു പതയൊന്നും പോയി പോകാത്ത തരത്തിൽ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ കുറേശ്ശെ പൊടിയിട്ടിട്ട് മിക്സ് ചെയ്തിട്ടെടുത്തിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത ഒരു കേക്ക് ടിന്നിലോ ഏതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടം ബേക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫ്ലോർ കൊണ്ടൊന്ന് ഡസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 25 മിനിറ്റ്സ് അറൗണ്ട് ഓരോരുത്തരുടെ ഓവനനുസരിച്ചിട്ട് ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് അതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഞാനിത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 25 മിനിറ്റ്സിന് ശേഷം ഇത് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കേക്കിന് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. ഇതുപോലെ കുത്തിയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാലിൻ്റെ മിക്സ് ഉണ്ടാക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കേക്ക് നന്നായിട്ട് സോക്കായി വരണം. അപ്പോൾ ഇത് കേക്ക് അതൊക്കെ അബ്സോർബ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാല് ലൈറ്റ് ആണെങ്കിൽ ഏറ്റവും നല്ലത് ഇവാപ്പറേറ്റഡ് മിൽക്കും യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ പാല് നല്ല തിക്കായതുകൊണ്ട് ഞാൻ പാല് തന്നെയാണ് എടുത്തത്. എന്നിട്ട് അതിൽ 1 കപ്പോളം ഏകദേശം 1 കപ്പോളം ഫ്രഷ് ക്രീമും മധുരത്തിനനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പാൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹോൾസ് ഉണ്ടാക്കിയ കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഹോൾസിലൂടെ പാലങ്ങ് അടിയിലേക്ക് പോവും. കേക്ക് നന്നായിട്ട് ഇത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഇതെടുത്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ മിനിമം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹോൾ നൈറ്റും വെക്കാം. അപ്പോൾ നന്നായിട്ട് കേക്ക് സോഫ്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പം വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ഡെക്കറേഷൻ ഉപയോഗിച്ചിരിക്കുന്നത് എഡിബിൾ റോസ് ബഡ്സ് ആണ്. അത് പർപ്പിൾ കളറ് റോസ് ബഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു ത്രസ്ലച്ചെ കേക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തണേ. എന്നാൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.